ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധ്യത നമ്പർ ഇട്ടതും അതിന് വന്ന റിസൾട്ടുമാണ് ഇതിനകത്തുള്ളത്. അതായത് 7049 ഞാൻ സാധ്യത നമ്പർ ഇട്ടത്. പ്രൈസ് വന്നത് 7048. അതുപോലെ 3300 3300 കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. 4450 4450 കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. 7709 7708. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഡിഫറൻസ് നോക്കാം, ചെറിയ വ്യത്യാസമാണുള്ളത്. ഇപ്പോൾ ഞാൻ 90 90 എന്നുള്ളൊരു ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ 90 94നും 90 97നും അടിച്ചിട്ടുണ്ട്. അതേപോലെ 50 49 50 45നും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു 4 കാൽക്കുലേഷനിലുള്ള സാധനമാണ് ഇട്ടത്. അതിലൊരൊറ്റ ഒന്നാണ് വിജയിച്ചത്. അതായത് ഇന്നലെ 4 കാൽക്കുലേഷൻ ചെയ്ത നമ്പേഴ്സിൽ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് നമ്പർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒരു 3-4 ദിവസം എടുക്കും ഞാൻ കറക്റ്റ് ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുവരെ ആരും ടിക്കറ്റ് എടുക്കാൻ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അങ്ങനെ എടുക്കണ്ട. നമുക്ക് റിസൾട്ട് എത്രത്തോളം ഇതിൻ്റെ വിജയസാധ്യത ഉണ്ട് നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേണിലായിരിക്കും ഇനി ഞാൻ നമ്പർ പറയുന്നത്. അതായത് ഇതിനകത്ത് റൊട്ടേഷനൊന്നുമില്ല. റൊട്ടേഷനൊക്കെ കണ്ടുപിടിച്ച് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ 70 49 എന്നുള്ളൊരു ബ്ലോക്കാണെങ്കിൽ അതിൽ 70 42 70 43 44 ഇന്നലെ പ്രൈസ് അടിച്ചു, അല്ലെങ്കിൽ മിനിയാന്ന് പ്രൈസ് അടിച്ചെങ്കിൽ ആ നമ്പേഴ്സ് ഒഴിവാക്കി ഇനി പ്രൈസ് അടിക്കാനുള്ള ചാൻസ് നോക്കുക. അതായത് ഒരാഴ്ച മുമ്പുള്ള റിസൾട്ട് നോക്കുക. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറിനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ റിസൾട്ടിൽ ശ്രദ്ധിക്കേണ്ടത്.